നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ പ്രസിദ്ധമായ കത്തീഡ്രലിന് മുൻവശത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വാഹനം മാരുതിയുടെ വാഗണറാണ്. മാരുതിയുടെ എക്കാലത്തെയും മികച്ച വിൽപ്പനയുള്ള മോഡലുകളൊന്നായിരുന്നു വാഗണർ. വാഗണറിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. എവർക്കും റൈഡ് ആൻഡ് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഹാച്ച് ബാക്കുകളിലൊന്നാണ് മാരുതി സുസുക്കി വാഗണർ. ആഗോളതലത്തിൽ 1993 വാഗണർ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. ടോൾ ബോയ് ഡിസൈൻ പിന്തുടരുന്ന വാഗണർ ഒരു ക്യൂട്ട് ഹാച്ച് എന്നതിനേക്കാൾ പ്രാക്ടിക്കൽ ഹാച്ച് എന്ന നിലയിലാണ് എന്നും ജനപ്രീതി നേടിയിട്ടുള്ളത്. സുസുക്കി ആഗോള വിപണിയിലെത്തിച്ച് 10 കൊല്ലം കഴിഞ്ഞ് 2003 ഇന്ത്യയിൽ വാഗണർ മാരുതി കൊണ്ടുവരുന്നത്. നാളിതുവരെ ലോകമെമ്പാടും 7 തലമുറ വാഗണർ 50 ലക്ഷത്തോളം എണ്ണമാണ് നിരത്തിലിറങ്ങിയത്. 7ാം തലമുറയായി 2019 പുതിയ വാഗണർ വരുമ്പോൾ ഓർമ്മിക്കപ്പെടേണ്ടതായ ചില വസ്തുതകളുണ്ട്. മറ്റു പല കമ്പനികളും ആഗോള മാർക്കറ്റിലെ ചൂടാറിക്കഴിഞ്ഞ് കണ്ടം ചെയ്ത മോഡൽ ഇന്ത്യക്കായി തരുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം മാരുതിയിലൂടെ ഏറ്റവും പുതിയ വാഗണർ ഇന്ത്യയിലാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ മറ്റു മാർക്കറ്റുകളിലെല്ലാം തന്നെ ഒരു തലമുറ പഴയ വാഗണറാണ് ഇന്നും വിൽപ്പനയിലുള്ളത്. പുതിയ വാഗണറിന്റെ പ്രത്യേകതകളിലേക്ക് വരാം. പൂർണ്ണമായും പുതിയ ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മാണം. അകംപുറം വമ്പൻ വലുപ്പ വ്യത്യാസമാണ് പുതിയ വാഹനത്തിന്. കരുത്തിന്റെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും കയ്യടി നേടാനും മാരുതിയുടെ ടോൾ ബോയ്ക്ക് അനായാസം കഴിയുന്നു. 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത്. K10B എന്നറിയപ്പെടുന്ന 1 ലിറ്റർ എഞ്ചിനും K12M എന്നറിയപ്പെടുന്ന 1.2 ലിറ്റർ എഞ്ചിനും. K10 എഞ്ചിൻ 50 കിലോവാട്ട് @ 5500 RPM എന്ന പവറും 90 Nm @ 3500 RPM എന്ന ടോർക്ക് നൽകുമ്പോൾ 1.2 ലിറ്റർ എഞ്ചിൻ 61 കിലോവാട്ട് @ 6000 RPM പവറും 113 Nm @ 4200 RPM എന്ന ടോർക്കും കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്നു. 2 മോഡലുകളിലും മാനുവൽ ഓട്ടോമാറ്റിക് വകഭേദങ്ങൾ നൽകിയിട്ടുണ്ട്. 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് മോഡലിലെ ZXi എന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. നീളത്തിലും വീതിയിലും യഥാക്രമം 13 133 മില്ലിമീറ്റർ വ്യത്യാസം ഉള്ളിലെ സൗകര്യങ്ങളിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട്. വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട്. ടോൾ ബോയ് ഡിസൈൻ നിലനിർത്തുമ്പോൾ തന്നെ പൊക്കത്തിൽ നേരിയ കുറവ് വരുത്തിയിട്ടുണ്ട്. രൂപത്തിന്റെ കാര്യത്തിലും അടിസ്ഥാന സ്വഭാവങ്ങൾ നിലനിൽക്കെ ഏറ്റവും പ്രാക്ടിക്കൽ എന്ന് പറയാവുന്ന ഡിസൈനാണ് അവലംബിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രമുറങ്ങുന്ന കത്തീഡ്രൽ പള്ളിക്ക് മുമ്പിലാണ് പുതിയ വാഗണറുമായി ഞങ്ങൾ എത്തിയത്. കോട്ടയം കുമളി ദേശീയപാതയിലും ഗതാഗതക്കുരുക്കിന് കുപ്രസിദ്ധമായ കുരിശിങ്കല ഇട റോഡുകളിലും റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വളഞ്ഞു പുളഞ്ഞ ഗ്രാമീണ റോഡുകളിലും എല്ലാം തന്നെ വാഗണർ അനായാസം കയറിയിറങ്ങി. ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഏത് ഉയരക്കാർക്കും വേഗം തന്നെ കാഴ്ച സാധ്യമാകുന്നതാണ് സീറ്റിംഗ് പൊസിഷൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പിൻനിര സീറ്റുകളുടെ ഡിസൈൻ.
സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ സുഖമായി കയറി ഇറങ്ങാവുന്ന ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മുന്നഴക് പോലെ തന്നെ പിന്നഴകിലും സുന്ദരിയാണ് പുതിയ വാഗണർ. പുറമേയുള്ള ഡിസൈൻ നോക്കിയാൽ അടിസ്ഥാന രൂപം നിലനിൽക്കെ വമ്പൻ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. മൊത്തത്തിൽ കൂർത്തിരുന്ന മൂലകളൊക്കെ തന്നെ രാഗി മിനുക്കി ഉരുട്ടിയെടുത്തു. ഉണ്ടക്കണ്ണുകൾ പോലുള്ള ഹെഡ്ലാമ്പും പുതുമയുള്ള ഗ്രിൽ യൂണിറ്റും വിശാലമായ എയർ ഡാമും SUV ലുക്കിലുള്ള സ്റ്റഫ് പ്ലേറ്റും വശങ്ങളിലെ ഫോഗ് ലാമ്പും എല്ലാം ചേർന്ന് മൊത്തത്തിലൊരു ഫ്രഷ് ലുക്ക് ലഭിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ പഴയ ബ്ലാങ്ക് ഏരിയ മൊത്തത്തിൽ മാറ്റിയെടുത്ത് വീൽ ആർച്ചുകളും ബോഡി ലൈനുകളും ഒക്കെ ചേർത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സി പില്ലർ നൽകിയിട്ടുള്ള ബ്ലാക്ക് ഇൻസെർട്ട് ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈനുമായി നന്നായി ചേരുന്നുണ്ട്. പഴയ ചതുരപ്പെട്ടി രൂപത്തിലുണ്ടായ മാറ്റം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുക പിൻകാഴ്ചയിലാണ്. വളരെ നീണ്ട ടെയിൽ ലാമ്പ് യൂണിറ്റും നമ്പർ പ്ലേറ്റിന് മുകളിലെ ക്രോമിയം ഇൻസെർട്ടും ഒക്കെ നന്നായി ഇണങ്ങുന്നുണ്ട്. 14 ഇഞ്ച് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസ് കൂടിയതും ഡിസൈനിലെ മാറ്റങ്ങളും സസ്പെൻഷൻ മികവും യാത്രാസുഖം നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ലൈറ്റ് വെയിറ്റ് ആക്കിയത് ഭാരത്തിൽ 65 കിലോഗ്രാമിന്റെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. കരുത്തു കൂടിയതും ഭാരം കുറഞ്ഞതും പെർഫോമൻസിന്റെ കാര്യത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈലേജും 20+ എന്ന ഈസി അച്ചീവബിൾ നിലയിലേക്ക് വളർന്നിരിക്കുന്നു. സുരക്ഷാ കാര്യങ്ങളിലും മാരുതി വാക്ക് പാലിച്ചു. ABS, EBD, എയർ ബാഗ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ്. സ്പീഡ് അലർട്ട്, സീറ്റ് ബെൽറ്റ് വാർണിംഗ്, സ്പീഡ് സെൻസിറ്റീവ് ഓട്ടോ ഡോർ ലോക്ക്, സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചറുകളും നൽകിയിട്ടുണ്ട്. ഉൾവശത്തേക്ക് കടക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്ത മാറ്റങ്ങളാണ് കാണാൻ കഴിയുക. ഡ്യുവൽ ടോൺ ഇന്റീരിയർ എല്ലാ വേരിയന്റുകൾക്കും നൽകിയിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് സീറ്റ് സ്റ്റോറേജ് സ്ഥലം വർദ്ധിപ്പിക്കുന്നു. ലൈറ്റ് ബീജ് ബ്ലാക്ക് കോമ്പിനേഷന് ചേർന്ന് സിൽവർ ഇൻസെർട്ട് ഇന്റീരിയറിന് പ്ലസന്റ് ലുക്ക് നൽകുന്നു. ഡേ നൈറ്റ് IRVM, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീൽ, സിൽവർ ഇൻസെർട്ടോട് കൂടിയ ഗിയർ നോബ് എന്നിവയെല്ലാം പ്രീമിയം ഫീലാണ് സമ്മാനിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഫ്യൂവൽ വാർണിംഗ്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഫ്യൂവൽ കൺസപ്ഷൻ, ഡിസ്റ്റൻസ് ടു MT തുടങ്ങിയവയെല്ലാം ഡയലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉള്ളിലെ സ്റ്റോറേജ് ഒരുക്കുന്നതിൽ മാരുതി വൻ ഗവേഷണം തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. എല്ലാ ഡോറുകളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പോരാത്തതിന് സീറ്റിന് അടിയിലും രണ്ടാം നിര സീറ്റിന് പിൻവശത്തായി ഒരുക്കിയിരിക്കുന്ന പാഴ്സൽ ട്രെയും ഒക്കെ തന്നെ വളരെ പ്രാക്ടിക്കലാണ്. 180 ലിറ്ററിന്റെ ഒന്നാം തരം ബൂട്ട് സ്പേസ് ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് തന്നെ പറയാം. ഏത് ഉയരക്കാർക്കും ഇണങ്ങുന്ന രീതിയിലാണ് സീറ്റുകളുടെ ക്രമീകരണം. ധാരാളം ലെഗ് റൂമും മികച്ച തൈ സപ്പോർട്ടും യാത്രകൾ സുഗമമാക്കുന്നു. എടുത്തു പറയേണ്ട ഒന്നാണ് പുതിയ സ്മാർട്ട് സ്റ്റുഡിയോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. 18 സെന്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് പുതുമ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത്, സ്മാർട്ട് ഫോൺ വീഡിയോ പെയറിംഗ് തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട്. മികച്ച ശബ്ദസുഖം നൽകുന്നവയാണ് സ്പീക്കറുകൾ. വിലയുടെ കാര്യത്തിലും മാരുതി മാജിക് സാധ്യമാക്കിയിരിക്കുന്നു. ഇത്രയധികം സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടും വലുപ്പവും സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടും വിലയിൽ കാര്യമായ വർധനവില്ല എന്നത് ഉപഭോക്താവിന് നേട്ടമാണ്. മത്സരങ്ങളുടെ കാലത്ത് മാരുതി രണ്ടും കൽപ്പിച്ചാണ് എന്ന് വ്യക്തം. വിവിധ വേരിയന്റുകളിലായി 6 ലക്ഷം മുതൽ 6.25 ലക്ഷം വരെ ഓൺ റോഡ് വിലയിൽ വാഗണാർ സ്വന്തമാക്കാം. അലോയ് വീലില്ല. അകത്തെ പ്ലാസ്റ്റിക് നിലവാരം അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ഇല്ല തുടങ്ങിയ ചില്ലറ കുറവുകൾ മറന്നാൽ ഒന്നാം തരം ഒരു ബഡ്ജറ്റ് ഹാച്ച്ബാക്ക് തന്നെയാണ് പുതിയ വാഗണാർ. മാരുതി എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ എക്കാലത്തെ മികച്ച വിൽപ്പനയുള്ള മോഡലുകളിൽ ഒന്നാണ് വാഗണാർ. മാരുതി ഇറക്കുന്ന ഓരോ വാഹനത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ഇന്ത്യക്കാരൻ വളരെയേറെ പ്രതീക്ഷകളോടെയാണ് ഓരോ വാഹന ലോഞ്ചുകൾക്കായും കാത്തിരുന്നിട്ടുള്ളത്. മിക്കവാറും എല്ലാ മോഡലുകളും തന്നെ വിൽപ്പന ഗ്രാഫിൽ പുതിയ ചരിത്രങ്ങൾ, അവരുടെ തന്നെ റെക്കോർഡുകൾ തിരുത്തുന്ന ഒരു പതിവാണ് ഈ കാലഘട്ടം അത്രയും ഉണ്ടായിട്ടുമുള്ളത്. മാരുതിയുടെ വാഹനങ്ങളുടെ മോഡലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാന സവിശേഷത കൂടി പറയാനുണ്ട്. പല വാഹനങ്ങളിലും ആദ്യ കാഴ്ചയിൽ ഇന്ത്യക്കാരനെ പലപ്പോഴും ദഹിച്ചിട്ടുള്ള വാഹനങ്ങളായിരുന്നില്ല. എന്നാൽ പിന്നീട് ആ വാഹനങ്ങളൊക്കെ തന്നെയും വിൽപ്പനയുടെ കാര്യത്തിലായാലും റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലായാലും ചരിത്രം തിരുത്തി എഴുതിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏറ്റവും ആദ്യം ഇറങ്ങിയ മാരുതിയുടെ റാഡിക്കൽ എന്ന അക്കാലത്ത് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലായിരുന്ന സെൻ എന്ന വാഹനം, അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള മാരുതിയുടെ തന്നെ സ്വിഫ്റ്റ്, പിന്നീട് റിഡ്സ് തുടങ്ങിയ പല മോഡലുകൾ, അതുപോലെ തന്നെ മാരുതിയുടെ സിയാസ്, ഇത്തരം മോഡലുകളൊക്കെ തന്നെയും ആദ്യ കാലങ്ങൾ വിൽപ്പനയിൽ ഒട്ടും തന്നെ നല്ല ഒരു
നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ വാഹനങ്ങളുടെയൊക്കെ പ്രത്യേകതകളും അവയുടെ ഏറ്റവും ഇന്ത്യക്കാരനെ സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള പല ഗുണവശങ്ങളും കണ്ടറിഞ്ഞ് അവ വളരെ വേഗം തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ ഗണത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിട്ടുള്ളതും ആദ്യകാലത്ത് കസ്റ്റമേഴ്സ് വളരെയധികം ഒരു പരിഹാസത്തോടെ നോക്കിയിട്ടുള്ളതുമായ ഒരു വാഹനമായിരുന്നു വാഗണാർ. വാഗണാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജപ്പാനിലൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മോഡലാണ്. ഇന്ത്യയിൽ വരുമ്പോൾ വളരെ ചതുരപ്പെട്ടി പോലുള്ള ഒരു ഡിസൈനിലുള്ള ഒരു വാഹനമായിരുന്നു ആദ്യ തലമുറ വാഗണാർ. ഈ ആദ്യ തലമുറ വാഗണാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരുപാട് പ്ലസുകളും മൈനസുമുള്ള ഒരു വാഹനമായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ടോൾ ബോയ് ഡിസൈൻ്റെതായ രീതിയിലുള്ള ബോഡി റോൾ ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ ആദ്യ തലമുറ വാഗണാറിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനുമുള്ള സുഖം, ഒപ്പം തന്നെ അത്യാവശ്യം നല്ല വിശ്വാസ്യതയുള്ള എഞ്ചിനും അന്നത്തെ കാലത്ത് വാഗണാർ ഇറങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാഹനവുമായിരുന്നു. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഒരു നല്ല എക്സ്പീരിയൻസ് ഒന്നും ആദ്യ തലമുറ വാഗണാറിന് പറയുവാനുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വാഗണാറിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഒക്കെ തന്നെയും വളരെ വേഗം തന്നെ ഇന്ത്യക്കാരന് ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി കാറുകളിലൊന്നായിട്ട് വാഗണാറിനെ മാറ്റിയെടുക്കുകയാണുണ്ടായത്. വാഗണാറിൻ്റെ 2-3 പതിപ്പുകൾ പിന്നീട് ഉണ്ടായി. പല ജനറേഷനുള്ള വാഗണാറുകളുണ്ടായി. എല്ലാം തന്നെ വളരെ വേഗം ഇന്ത്യക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും ഈ കഴിഞ്ഞ തലമുറ വാഗണാറിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ പോലും വിൽപ്പനയിൽ ന്യായമായ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഴയതിനെ പിൻവലിച്ച് ഓൾ ന്യൂ വാഗണാറിനെ രംഗത്തിറക്കിയത്. ഓൾ ന്യൂ വാഗണാർ ഇപ്പോൾ 1 ലിറ്റർ എഞ്ചിനുണ്ട്, 1.2 ലിറ്റർ എഞ്ചിനുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.2 ലിറ്റർ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, AMG വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. AMG വേരിയൻറ്റിനെ സംബന്ധിച്ച് മാരുതിയുടെ പറയുമ്പോഴും ഇന്ത്യക്കാർക്ക് ഏറ്റവും ആദ്യം AMG ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം സമ്മാനിച്ചത് മാരുതിയാണ്. മാരുതിയുടെ തന്നെ സെലേറിയോ എന്ന മോഡലിലാണ് AMG വാഹനം. അത് വളരെ വേഗം തന്നെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ കാറുകളിലൊന്നായിട്ട് മാറുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു AMG ഗിയർ ബോക്സാണ് നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ വാഗണാറിന് ലഭിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു വാഹനം. അതുപോലെ തന്നെ വളരെ എത്ര ചെറിയ റോഡുകളിലും അതുപോലെ തന്നെ ഹൈ റേഞ്ചിലായി ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള റബ്ബർ എസ്റ്റേറ്റുകൾ കൂടിയുള്ള ഒരു റോഡ് വഴിയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൂളായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു വാഹനമാണ് വാഗണാർ. ഇതിൻ്റെ പുതിയ മോഡലുകളിൽ മാരുതിയുടെ ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ മോഡലുകളിൽ പലതിലും കേട്ടിട്ടുണ്ടായിരുന്ന ചില പഴികൾ, പ്രത്യേകിച്ച് ബോഡി ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ചില പരാതികളൊക്കെ തന്നെ ഏകദേശം പരിഹരിച്ചുകൊണ്ടാണ് അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ല ഒരു അനുഭവമാണ് ഈ പുതിയ വാഗണാർ നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പുതിയ തലമുറ വാഗണാർ തീർച്ചയായിട്ടും മറ്റ് വാഹനങ്ങളെക്കാളൊക്കെ വേഗം തന്നെ, പ്രത്യേകിച്ച് വാഗണാറിൻ്റെ പഴയ തലമുറയേക്കാൾ വളരെ വേഗം തന്നെ, അതിനേക്കാൾ ഒരു പക്ഷേ നല്ലൊരു വാഹനം എന്നുള്ള നിലയിൽ ഇന്ത്യക്കാരൻ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.